വിദ്യാലയത്തിന്റെ തിരുവനന്തപുരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപിക അധ്യാപകന്മാർ. സഹപാഠികൾ എല്ലാവരും വന്നിരിക്കാം.
ആവേശം. വാങ്ങാൻ മറക്കണ്ട. ഈ അഭിനന്ദമായ സംസ്ഥാന എക്സ്പീരിയൻസ് എന്താണ്? സെക്കൻഡ് വിദ്യാർത്ഥി. അപ്പൊ എല്ലാവരും എഴുന്നേൽക്കാം പ്ലീസ്. നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപിക അധ്യാപകർ വരികയാണ്, ഗുരുക്കന്മാർ എല്ലാവരും. തോന്നിയിരുന്നു നിങ്ങളിത് കാര്യമായ ഒരു സംഘാടന മികവ് ഇതിൻ്റെ പിന്നിൽ ഉണ്ടാകുമെന്ന്. ആ സംഘാടന മികവ് എത്രയോ പരിപാടികൾ ഇവിടെ നടന്നു കഴിഞ്ഞു. എന്തുകൊണ്ട് ഒരു പുതുമ ഈ പരിപാടിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം നമ്മളെ ക്ഷണിച്ചു കൊണ്ടുവന്നതും ഇവിടെ ഇരുന്ന് നിങ്ങളുടെ ചെണ്ടമേളവും പുഷ്പവൃഷ്ടിയും മുത്തുകൊടയും ഇതൊക്കെ ആയിട്ടുള്ള ഈ പരിപാടി കാണുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ള സംശയം, ഇത്രമാത്രം ആദരവിനും സ്നേഹത്തിനും ഞങ്ങൾ ഡിസേർവ് ചെയ്യുന്നുണ്ടോ? ഈ സ്കൂളിലെ അധ്യാപകരെ ഇത്രമാത്രം പുസ്തകം അസുരേട്ടൻ ഏറ്റുവാങ്ങിയാണ്. ബാലുമാഷയുടെ കയ്യിൽ നിന്നും ഉച്ചയിൽ തിളക്കുന്ന വെയിലും കവിതകളാണ് ഏറെയും. ഏതായാലും കൂടുതൽ വിസ്തരിക്കാതെ ഒരു കവിത ഞാൻ വായിക്കാം. അകവും പുറവും. വിസ്മയിപ്പിക്കുന്ന പുറം കാഴ്ചകളിൽ നിന്ന് അകം കാഴ്ചകളിലെത്തുമ്പോൾ അകത്ത് ചതവുകളും മുറിവുകളുമുണ്ട്. രക്തം കല്ലിച്ചു കിടപ്പുണ്ട്, ചോര കിനിയുന്നുണ്ട്. പുറം മിനുമിനുത്തതാണ്, വെൺതിളക്കമാണ്. ചില അകത്തളങ്ങളിൽ കുണ്ടും കുഴിയും പാമ്പിൻ മാളങ്ങളുമുണ്ട്. പേര് ഏതാണ്? ഒന്ന് പറയാം. നിങ്ങൾ പറയുന്നത് ടീച്ചർമാർക്ക് വേണ്ടി മാത്രമാണ്, ടീച്ചർക്ക് മാസ്റ്റർമാർക്ക് വേണ്ടി മാത്രമാണ്. കുട്ടികളുടെ വീട്ടിലല്ലേ? മലയാളത്തിലെ ഏറ്റവും ചെറിയ പേര്, അത് ചെറുതാകാൻ ഒരു പ്രത്യേക കാരണം കൂടിയുണ്ട്. ഏതാണ് പേര് എന്നാണ് ചോദ്യം. അല്ല, അതുമല്ല. ശ്രീ എന്നത് അല്ല, അതും തെറ്റാണ്. താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മുടെ അധ്യാപികമാരുടെ ഭാഗത്ത് 88 ബാച്ചിലെ ഈ നമ്മുടെ പ്രിയപ്പെട്ട ശിഷ്യ, അതായത് മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത അധ്യാപകരുടെ ഉള്ളുലയ്ക്കുന്ന സ്നേഹ ആദര പ്രകടനങ്ങളിലൂടെ, അതുപോലെ അധ്യാപകരുടെ എല്ലാം ഒരുപക്ഷെ ഈ വിദ്യാലയത്തിന്റെ തന്നെ, അതായത് 36 വർഷങ്ങൾക്ക് മുൻപ്
ഈ വിദ്യാലയ മുറ്റത്തുകൂടെ ഓടിച്ചാടി കളിച്ച് രസിച്ച് ജീവിതത്തിലെ എട്ടും പൊട്ടും തിരിയാത്ത പ്രായക്കാരായിരുന്ന ആ കുട്ടികളാണ് ഇന്ന് ജീവിതത്തിന്റെ വിവിധ തുറകളിൽ സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും സാരഥികളായി മാറിക്കഴിഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടി നമ്മുടെ മുന്നിൽ അവരുടെ സർഗശേഷിയും പ്രതിഭാവിലാസവും പ്രകടമാക്കിക്കൊണ്ട് പരിലസിക്കുന്നത്. അപ്പൊ നമ്മുടെ ഗുരുവന്ദനത്തിന്റെ വിഷ്വല് നമ്മുടെ സ്ക്രീനിൽ സ്റ്റേജിലുള്ള സ്ക്രീനിൽ നമുക്ക് ആസ്വദിക്കാവുന്നതാണ്. ഹരിവാസരം തുമ്പപ്പൂവിൽ ഉണർന്നു വാസരം ഹരിവാസരം തങ്കത്തൂവൽ ഉടഞ്ഞു വിണ്ണിലും ഈ മണ്ണിലും നിളപാടുമ്പോ പുലരിയതിനാടുമ്പോ സൂര്യവദനം ദീപകാളങ്ങളാ തുമ്പപ്പൂവിൽ ഉണർന്നു വാസരം ഹരിവാസരം തങ്കത്തൂവൽ ഉടഞ്ഞു വിണ്ണിലും ഈ മണ്ണിലും. ബാലമാഷ് ഔട്ടായിരിക്കുകയാണ്. വളരെ വാശിയേറിയ ഇവിടെ ശ്രീധരൻ മാഷാണ്. ശ്രീധരൻ മാഷ് പാനൂർ ഹൈസ്കൂളിൽ കൃത്യമായ ഒരു ഇടം അടയാളപ്പെടുത്തിയ അദ്ദേഹം നമ്മുടെ പേജിലെ രാജേശ്വരിയുടെ ഭർത്താവ് കൂടിയാണ്. അഭിമാന പുരസ്കാരം ഓർമ്മിക്കുന്നതാ ഇതാ നമ്മുടെ കൃഷ്ണൻ മാഷ് മറ്റൊരു വിദ്യാലയത്തിന്റെ നെടുനായകത്വം വഹിച്ച് ഒരു പ്രസ്ഥാനമായി മാറിയ ഒരു വ്യക്തി. അഭിമാന പുരസ്കാരം ഓർമ്മിക്കുകയാണ്. ഇതാ മജീദ് ഇല്ലില്ല നമ്മുടെ ജാനകി ടീച്ചർ. എന്റെ പ്രിയപ്പെട്ട ശ്രീധരൻ മാഷ് അല്ല ആരാണ്? ഓക്കെ, മജീദ് മാഷാണ് ഔട്ടായിരിക്കുന്നത്. ഓക്കെ, എന്റെ വസന്തത്തിന്റെ തെളിച്ചമാണ്, ആ ഉത്സവ ദിനമാണ് കൊണ്ടാടുന്നത്. ഇന്ന് രാവിലെ തുടങ്ങിയ ഈ ആഘോഷം ഈ ഉത്സവ രാവിലേക്ക് കടക്കുമ്പോൾ ഇന്നിവിടെ ഉദ്ഘാടന ചടങ്ങിനായി കണ്ണൂരിന്റെ അഭിമാനം
മലയാളത്തിലെയും മറ്റു ഭാഷകളിലും പ്രശസ്ത അഭിനയ പാഠവുമുണ്ട്. നാടകവേദിയിലും സിനിമാ രംഗത്തും നമ്മുടെ ഏറ്റവും വലിയ സന്തോഷവും അഭിമാനവുമാറിയ കണ്ണൂരിന്റെ യുവത്വത്തിന്റെ പ്രസിദ്ധിക്കുന്ന അഭിനേതാവ് ശ്രീ സന്തോഷ് കീഴാറ്റൂരിനെ ഇന്നത്തെ ഉദ്ഘാടകനായി ഇടയ്ക്കെത്തിയതിൽ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. എന്നെ ഏൽപ്പിച്ച കർത്തവ്യം സ്വാഗത ഭാഷണമാണ്. സ്വാഗത ഭാഷണത്തിന് വേണ്ടി ആദ്യമായി നമ്മുടെ അധ്യക്ഷൻ ശ്രീ പ്രശാന്ത് കുമാർ ചാണ്ടിയാണ്. നമ്മുടെ ഈ ഗ്രൂപ്പിന്റെ എല്ലാവിധമായ ചെയർമാൻ പ്രശാന്ത് കുമാറിനെ ഞാൻ എന്റെ പേരിലും നമ്മുടെ ഗെറ്റോറിന്റെ പേരിലും ഹാർദമായി സ്വാഗതം ചെയ്തു.
അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു നമുക്ക്. അതുപോലെ തന്നെ പൂക്കളം ഇന്നത്തെ പോലെ വില കൊടുത്ത് വാങ്ങുന്ന പൂക്കളം ആയിരുന്നില്ല ഞാൻ നിങ്ങളും 88-90 കാലത്തൊന്നും നമ്മൾ ഉപയോഗിച്ചാൽ നമ്മുടെ സ്കൂളിലൊക്കെ നമുക്ക് ഹനുമാൻ കിരീടം ഇതൊക്കെ പറയുന്ന പൂണ്ടോ പരസ്പര മത്സരമായിരുന്നു. എല്ലാവരും ഒരുമിച്ച് ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് പോയി പറമ്പിൽ പോയി പാറപ്പുറത്ത് പോയി ചെറിയ കാക്കപ്പൂവും തുമ്പപ്പൂവും ഒക്കെ ഒരുമിച്ച് നുള്ളി പെറുക്കി വരുവായിരുന്നു. അന്ന് നമ്മുടെ 88-90 കാലഘട്ടത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ കൂട്ടുകാരികളെ ഒരിക്കലും അവരുടെ ഏതെങ്കിലും നഗ്നത കണ്ടുകൊണ്ടോ അവരുടെ ശരീരം കണ്ടുകൊണ്ടൊന്നല്ല നമ്മൾ പ്രണയിച്ചതും ഇഷ്ടപ്പെട്ടതും സ്നേഹിച്ചതും. അതുകൊണ്ട് സ്നേഹത്തിന് വലിയ ദാരിദ്ര്യമൊന്നും ഉണ്ടായില്ല. ഇപ്പോൾ പറയുന്നത് പുതിയ കാലത്ത് വാട്സപ്പിന്റെയും ഫേസ്ബുക്കിന്റെയും മുഖമില്ലാത്ത ഒരു കാലത്ത് ഒന്നുമില്ല, നമ്മളൊക്കെ ഭയങ്കര സ്വതന്ത്രരാണ്, ഭയങ്കര സ്നേഹമുള്ളവരാണ് എന്ന് വിചാരിക്കുമ്പോൾ ഒരു കാര്യം തിരിച്ചറിയുക, നമ്മുടെ ഉള്ളിൽ നിന്നും കാരുണ്യവും ആർദ്രതയും സ്നേഹവും പ്രണയവും ഒക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഞാൻ നിങ്ങളുമൊക്കെ മലയാള സിനിമ കണ്ടു തുടങ്ങുന്ന കാലത്തൊട്ട് ഒരമ്മയെ നമ്മളെല്ലാവരും മനസ്സിൽ പ്രതിഷ്ഠിച്ചിരുന്നു. കവിയൂർ പൊന്നമ്മ എന്ന് പറയുന്ന നടി അല്ലെ, നമ്മളൊക്കെ ആഗ്രഹിച്ചു പോയിട്ടുണ്ട്. നമ്മുടെ അമ്മ നമ്മൾ ചെന്ന് ചാടുന്നത് അവിടെയാണ് ഞാൻ പറയുന്നത്. 89-90 കാലത്ത് നമ്മളാർക്കും നമ്മുടെ ഒറ്റ മുഖങ്ങൾ ഉണ്ടായിരുന്നു, നമുക്ക് ഫേക്ക് ഐഡികൾ ഉണ്ടായിരുന്നില്ല, ഫേക്ക് മുഖങ്ങൾ ഉണ്ടായിരുന്നില്ല, നമുക്ക് ഒരു മുഖപുസ്തകവും വേണ്ട. അഥവാ നിന്നോട് ഇഷ്ടമാണ് എന്ന് പറയണമെങ്കിൽ എങ്ങനെയെങ്കിലും പഠിക്കുന്ന പുസ്തകത്തിന്റെ ഒരു പേപ്പർ വരച്ച് അതിൽ I love you എന്നൊക്കെ എഴുതിയ എവിടെയെങ്കിലും പുസ്തകത്തിന്റെ ചട്ടയുള്ളിൽ വെച്ച് കൊടുക്കും. അത് വായിച്ചാൽ വായിച്ചു, വായിച്ചിട്ടേ വായിച്ചില്ല. അങ്ങനെ എത്രയോ കാലം ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് പുതിയ കാലത്ത് എന്തെങ്കിലും സംസാരിച്ചവർക്ക് പൊളിറ്റിക്കൽ ക്യാരക്ടേഴ്സ് ഒക്കെ ആയിപ്പോ നമുക്ക് ക്ഷമിക്കണമല്ലോ, കാരണം കേസൊന്നും കൊടുക്കാൻ പാടില്ല. പ്രത്യേകിച്ച് സിനിമാക്കാരോട് നിങ്ങൾക്ക് ദേഷ്യമുള്ളൊരു സമയമാണ്. ഞാൻ അതിലേക്ക് വരാം. അപ്പോ ഞാനൊക്കെ ഉണ്ടാക്കിയ വലിയൊരു ചെറിയൊരു ഞാനൊരു പോളിസി, പ്രേമം ദുഃഖമാണെന്ന് പഞ്ചാരയോ സുഖപ്രദം. ഒന്ന് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്കൂളൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങളെ നാലും പ്രേമിക്കില്ല, കുറച്ച് കുരുത്തങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതായിരുന്നു. അത് 88 ഞങ്ങളുടെയൊക്കെ കാലത്ത് ഈ പ്രേമിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടികൾക്ക് പ്രേമിക്കും ഒക്കെ നല്ല പാട്ടുകാരനായിരിക്കും. അത്യാവശ്യം നേരത്തെ ആ സ്വാഗതകാലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ അറിയിച്ചു പോയി. ഇപ്പൊ തന്നെ അവർ 52 വയസ്സായി വന്നു. ഇനി ഇങ്ങനെ പാടുന്നെങ്കിൽ ആ 16-17 വയസ്സിൽ എന്തായാലും അവരെ പാട്ട് എത്ര പ്രണയം ഉണ്ടായിക്കാണും, എത്ര ആൾക്കാർ തേച്ച് കാണും, എത്ര വലിയ പ്രണയം ഉണ്ടായിക്കാണും. പക്ഷെ ഇപ്പോഴൊന്നും ഉണ്ടാവില്ല, ഇപ്പൊക്കെ പ്രണയം ഉണ്ടാവുള്ളൂ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതും സന്തോഷമാണ്. അപ്പോ ഞങ്ങൾ എങ്കിലും ആരും ഒരു പ്രേമിക്കാനോ പ്രണയിക്കാനോ വരില്ല. കാരണം കുറച്ച് സിദ്ധാന്തം വീട്ടിലുള്ള കൂട്ടത്തിലായിരുന്നു സ്കൂൾ പഠിക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ കുരുത്തം കേട്ടതാണ്. ടീച്ചേഴ്സ് ആണെങ്കിൽ ക്ലാസ്സിൽ വരുമ്പോൾ ആദ്യം ബാക്ക് വെച്ച് കൊണ്ടിരിക്കും. കേരളത്തിലെ കലാരംഗത്തെ ശ്രദ്ധേയ സാന്നിധ്യം, മികവുറ്റ വാഗ്മി കലോപാസകൻ, സംഘാടകൻ, 10,000-കണക്കിന് വിദ്യാർത്ഥികൾക്ക് അക്ഷരവട്ടം പകർന്ന അധ്യാപക ശ്രേഷ്ഠൻ, പിണറായി വെണ്ടുട്ടായി സ്വദേശി, എഡ്വേർഡ് ബ്രണ്ണന്റെ നാമധേയത്തിൽ ഉത്കണ്ഠരമായി നിൽക്കുന്ന ബ്രണ്ണൻ കോളേജിലെ വിദ്യാർത്ഥി. ബ്രണ്ണനിലെ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ മത്സരങ്ങൾ പങ്കെടുത്ത 8 ഇനങ്ങളിൽ 7 ഇനങ്ങളിലും ജേതാവായി സർവകലാശാലയുടെ സംഭവനായ ഉടമയാണ് അദ്ദേഹം. ഒപ്പം 10,000 രൂപയുടെ ക്യാഷ് സമ്മാനവും കൂടി കൈമാറുകയാണ് കൂട്ടായ്മ. ചെയ്തത് ശ്രീ ബോബൻ രാജേഷ്. നിങ്ങളുടെ വീടുകളിൽ പോലും കിട്ടാത്ത സൗഹൃദങ്ങളായിരിക്കും. അവർ നിങ്ങളുടെ സുഖങ്ങളും ദുഃഖങ്ങളും വിഷമങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് അവർ നിങ്ങളുടെ ഒപ്പം എന്നും ഉണ്ടാവും. അതാണ് ഈ കൂട്ടായ്മയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏറ്റവും വലിയൊരു കാര്യമാണ്. പക്ഷെ ഇതിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു വിഷമം ഉണ്ടാകുന്ന ഒരു കാര്യം കൂടിയുണ്ട്. നിങ്ങളുടെ പ്രായം വെളിച്ചത്തിൽ വരുന്ന ഈ കൂട്ടായ്മകളാണ്. ചിലപ്പോൾ നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ ചില അധ്യാപികമാരുണ്ടാകും, നമ്മൾ കാണുമ്പോൾ ചെറിയ വയസ്സ് അല്ല വലിയൊരു വയസ്സെന്ന് തോന്നും. പക്ഷെ ഇവിടെ എത്തുമാണ് തിരിയുന്നത് നിങ്ങളെല്ലാം 52 വയസ്സായി, പക്ഷെ എന്നാലും ചെറുപ്പം പിടിച്ചു നിൽക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിലൂടെയാണ്. അത് മാത്രമാണ് ഇതിന്റെ ഒരു പിന്നോക്കമായി കാണുന്നത്. പക്ഷെ ഇതിലെ വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. നേരത്തെ ഉദ്ഘാടകൻ ഇവിടെ സൂചിപ്പിച്ചു, പല കൂട്ടായ്മയും രാത്രികാലങ്ങളിലും പല പരിപാടികളുമായി ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ
ആ ഓർമ്മകൾ അവിടെ കിടക്കട്ടെ. ഏതായാലും 74 ഇവിടെ പഠിച്ച് ഞങ്ങൾക്ക് ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞില്ല. കാരണം എൻ്റെ കൂടെ പഠിച്ചിരിക്കുന്ന ആരെയും എനിക്ക് ഓർമ്മയില്ല. 74 എത്ര വർഷമായി. ആ വർഷത്തിന്റെ പഴക്കം വെച്ചുകൊണ്ട് ഓർമ്മപ്പെട്ടത് നഷ്ടപ്പെട്ട് കഴിഞ്ഞു. കുറച്ച് പേരൊക്കെ അറിയാം, കുറെ പേരൊക്കെ മരിച്ചു. ബാക്കി എന്നെ പോലുള്ള ഈ പ്രായം ചെന്ന കാര്യം അവരൊക്കെ കണ്ടെത്താൻ പഴക്കം ഫോൺ സംവിധാനം ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്പറുകൾ കളക്ട് ചെയ്യാനുള്ള സൗകര്യമൊന്നുണ്ടായി. അതുകൊണ്ട് തന്നെ ആ കൂട്ടായ്മ ഒത്തുകൂടാനുള്ള സൗകര്യം നമുക്കില്ല എന്നുള്ളതാണ്. ഞാൻ വീട്ടിൽ സംസാരിക്കില്ല, കാരണം രവീന്ദ്ര മാസ്റ്ററുടെ ഒരു വളരെ ഗംഭീരമായിട്ടുള്ള ഒരു പ്രസംഗം ഇരിക്കുന്നുണ്ട്. അതിനുശേഷം ഒരുപാട് കലാപരിപാടികളുണ്ട്. ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നാടകമുണ്ട്. അപ്പം അതൊക്കെ വരുമ്പോൾ നിങ്ങളുടെ സമയം ഞാൻ അപകരിക്കുന്നു എന്ന് തോന്നുന്നത് ചെയ്യുക. അതുകൊണ്ട് അധികം സംസാരിക്കുന്നില്ല. പക്ഷേ 22 വർഷം, സുദീർഘമായ 22 വർഷം ജീവിതത്തിന്റെ വസന്തകാലത്തിന് വിശദീകരിക്കാൻ സാധിക്കുന്ന കാലം മുഴുവൻ പാരമ്പര്യാനായി ഞങ്ങളുടെ ഉദ്ദേശിച്ച ചന്ദ്രമോഹൻ അടക്കമുള്ള അധ്യാപകരുണ്ടായി. നിങ്ങളിൽ ബഹുഭൂരിപക്ഷം പേർക്കും അറിയാത്ത ഒരു കാര്യങ്ങൾ പിണറായിക്കാരനാണ്. പക്ഷെ പിണറായിക്കാർക്കാരും വേറൊരു കാര്യമുണ്ട്. കാരണം ഞാൻ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാലം മുഴുവൻ കഴിഞ്ഞത് പാരമ്പര്യമാണ്. സങ്കടമുണ്ടായിരുന്ന ചില ഘട്ടങ്ങളിലൊക്കെ ഒന്നിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്ന ചിലര് BEd കഴിഞ്ഞ് അധ്യാപകരായി ജോലിയൊക്കെയായി നിൽക്കുന്ന അവസരത്തിൽ എപ്പോഴേക്കും റോഡുകളിൽ വെച്ച് കണ്ടുകഴിഞ്ഞ ഞങ്ങൾക്ക് ഒരു ചോദ്യമുണ്ട്, അല്ലടോ ഒന്നും ആയില്ലല്ലേ? സങ്കടപ്പെട്ടു. പിൽക്കാലത്ത് ഒരു കലാകാരൻ എന്ന നിലയിലും ഒരു തൊഴിൽ തേടി എത്തിയാണ് എന്നുള്ള നിലയിലും വിദേശ രാജ്യങ്ങളിലേക്ക് ഞാൻ ചെന്നപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത പിന്തുണ നൽകിയത് എൻ്റെ പാലൂരിലെ പ്രിയപ്പെട്ട ഭൂപ